നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. മഴക്കാലം ഏതായാലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് തസ്ബീറാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്: നല്ല റെയിനി അല്ലേ, അപ്പോൾ ടയർ പ്രഷറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. ആ ഒരു പിടുത്തം, അതായത് നമ്മുടെ ടയർ നല്ല ഫ്ലാറ്റായിട്ടിരിക്കുകയാണ്, പ്രഷർ കൂടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഫ്ലാറ്റായിട്ടുള്ള പോർഷൻ കുറച്ചൊരു കേർവ്ഡ് ആകാനുള്ള ചാൻസ്, കാരണം പ്രഷർ കൂടുന്ന സമയത്ത്. പക്ഷേ പ്രഷർ കുറഞ്ഞാലോ ഫുള്ളായിട്ട്, അതായത് ഫുള്ള് ബേസിൽ പറ്റി പിടിച്ചിരുന്നോളും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രഷർ കുറയ്ക്കേണ്ട കാര്യമുണ്ടോ മഴയൊക്കെ ഉള്ള സമയത്ത് പോവുകയാണെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ടയേഴ്സ്, അതായത് സാധാരണ കാറിൻ്റെ എല്ലാം ടയേഴ്സ് അതിന് ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ശരിക്കും ജീപ്പ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ, അതായത് ഈ ഓൾ ടെറൈൻ ടയേഴ്സിലൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് ടയർ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഡി ഏരിയാസിൽ കൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെയും എളുപ്പമുണ്ടായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ഇവിടുത്തെ റോഡുകൾക്ക്, അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്താണെങ്കിലും ഞാൻ ഈ പറയുന്ന ഒരു കാരണവശാലും ടയർ പ്രഷർ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യരുത്. കാരണം ഒരുപാട് പ്രഷറും ആകരുത്. കൃത്യമായിട്ടുള്ള അളവ് എത്രയാണോ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു അളവിൽ മാത്രം ടയർ പ്രഷർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ ടയറിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടയറിന് ത്രെഡ് ഉണ്ടോ എന്നുള്ളത്, അതായത് ഗ്രിപ്പ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കാരണം എല്ലാ ABS ഉള്ള വാഹനങ്ങളായിരിക്കത്തില്ല, ABS ഇല്ലാത്ത വാഹനങ്ങൾ ഒരുപാട് ഇപ്പം നമ്മുടെ നിരത്തുകളിൽ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ABS ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കറിയാം സഡനായിട്ടുള്ള ബ്രേക്കിങ്ങിൽ വാഹനം സ്കിഡാനുള്ള ചാൻസസ് ഉണ്ട്. ടയർ ഇപ്പോൾ മൊട്ടയാണെന്നുണ്ടെങ്കിൽ, ഇനി മൊട്ടയല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ പോലും നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് 4 ടയേഴ്സും ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ വാഹനം സ്കിഡായി പോകും. ABS ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ടയർ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ABS വർക്ക് ചെയ്യത്തില്ല. പക്ഷേ അതിൽ 1-2 ടയേഴ്സൊക്കെ ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ABS കിട്ടും. അതുകൊണ്ട് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ABS ഉള്ളതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. വാഹനം സ്റ്റീർ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, അതായത് നമുക്കൊരു തിരിക്കാനൊക്കെ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയൊന്നും വരാറില്ല. കാരണം നമുക്ക് ABS ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വാഹനം സ്കിഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയാണെങ്കിൽ പോലും സ്കിഡ് ആവാതെ നമുക്ക് തിരിക്കാനും വളയ്ക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ABSൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പുതിയ വാഹനങ്ങൾക്ക് എല്ലാം ABS വരുന്നുള്ളതുകൊണ്ട് ഇനി എടുക്കുന്ന ആരോടും എനിക്ക് സജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ABS എടുക്കണമെന്നുള്ളത്. ഇപ്പം കിട്ടുന്ന എല്ലാ വാഹനങ്ങളും ABS ഉള്ളത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കിക്കണം. കാരണം വേനൽക്കാലത്ത് നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. പക്ഷേ മഴക്കാലം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴക്കാലം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഉറപ്പായിട്ടും ടയറിൻ്റെ കണ്ടീഷൻ നോക്കിക്കണം. കാരണം ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഈ മഴക്കാലത്താണ്. പ്രത്യേകിച്ച് ഒരു വളവൊക്കെ വളയ്ക്കുന്ന സമയത്തോ ബ്രേക്ക് സഡനായിട്ടൊക്കെ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്ക് സഡനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ വാഹനം സ്കിഡായി പോകാനുള്ള ചാൻസസ് കൂടുന്നത്. അങ്ങനെ സ്കിഡായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടയറിൻ്റെ കണ്ടീഷൻ പ്രത്യേകിച്ച് നോക്കി മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് വെച്ചിരിക്കണം. അതിലിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറി വിട്ടണം.